ഹലോ വെൽക്കം ടു അമീസ് ഫാം. 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം, എപ്പോഴും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു 75% ഓഫ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ടാണ് നമുക്ക് വരിക. സോ എല്ലാ പേപ്പേഴ്സും നിങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് സെക്ഷൻ നമുക്ക് 2.5 മണിക്കൂറാണ് എക്സാം വരുന്നത്. അതുപോലെ 80 മാർക്കിനാണ് ഈ ഒരു എക്സാം വരുന്നത് കേട്ടോ. ഫസ്റ്റ് സെക്ഷൻ എപ്പോഴും നിങ്ങൾക്ക് വരുന്നത് ഏതെങ്കിലും ടെക്സ്റ്റിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്ററിലുള്ള പാരഗ്രാഫ് ആയിരിക്കാം. അല്ലെങ്കിൽ സംടൈംസ് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് വന്നിട്ട് നിങ്ങൾക്കതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അവിടുന്ന് സെലക്ട് ചെയ്ത് എഴുതാനുള്ള ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ള ഒരു ഭാഗമാണ് കേട്ടോ. We watched, fascinated, as the trays arrived and were sorted out into hand-drawn carts, cycle, and even turned like multiple garlands around the necks and shoulders of delivery dabbawalas. അപ്പോൾ ഈ ഡബ്ബാവാല എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ഉള്ള പോലെ പണ്ട് പല ജോലി സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം എത്തിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ബിസിനസ്സായിട്ട് ഏറ്റെടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കും ഇതുപോലെ പല ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു വഴിയായിരുന്നു ഈ ഡബ്ബാവാല എന്ന് പറയുന്നത്. അവരാണ് ഈ എല്ലാ ക്യാരേജുകളും അല്ലെങ്കിൽ എല്ലാ ക്യാരി ബാഗുകളും എന്ത് ചെയ്യുക, ഓരോ വീടുകളിൽ നിന്നും അവരെടുത്തിട്ട് ഓരോ സ്ഥലത്തേക്കും കൊണ്ടെത്തിക്കുക. ഓക്കെ, അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ റൂൾസും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി we learned that all dabbawalas are put through rigorous training because they have to deal courteously with customers and so cannot be uncouth of drunk. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്. കാരണം അവരവരുടെ കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം. അതുപോലെ അവരെപ്പോഴും ഈ സൈക്കിളും വണ്ടികളിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവർ ഡ്രങ്ക് ചെയ്തിട്ട് കുടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല. Moreover, if they forget to wear their distinguishing white cap, they are initially fined for the first offence and then removed from the association if it should happen again. അപ്പോൾ അവർക്ക് ഒരു ക്യാപ്പ് നിർബന്ധമായിരുന്നു. ഒരു ക്യാപ്പ് മാത്രമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള യൂണിഫോം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവർക്ക് ഒരു ജസ്റ്റ് വാർണിംഗ് പോലെയൊക്കെ കൊടുക്കും. എന്നിട്ടും അവരതൊന്നും പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ അവരെ അസോസിയേഷനിൽ നിന്ന് റിമൂവ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ ഡബ്ബാവാലാസ് ക്യാരി ദ ട്രേസ് ടു ദർ ഡെസ്റ്റിനേഷൻ? ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എത്താനുള്ള സ്ഥലത്ത്. എങ്ങനെയാണ് ഡബ്ബാവാലാസ് അവരുടെ ട്രേകൾ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ക്യാരി ബാഗുകളും വെച്ചിട്ടുള്ള ആ ഒരു ട്രേ ആയിരിക്കും. അതെങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എവിടെയൊക്കെ എടുക്കുന്നത്? ഇവിടെയാണ്. ഹാൻഡ് ഡ്രോൺ, യെല്ലോ കളറിൽ മിസ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് ഡ്രോൺ കാർട്ട്സ്, സൈക്കിൾസ് ആൻഡ് ഈവൻ ഫീസ്റ്റൂൺഡ് ലൈക്ക് മൾട്ടിപ്പിൾ ഗാർലാൻഡ്സ് അറൗണ്ട് ദ നെക്ക് ആൻഡ് ഷോൾഡേഴ്സ് ഓഫ് ഡെലിവറി ഡബ്ബാവാലാസ്. അപ്പോൾ ഡബ്ബാവാലാസ് ചെയ്തിരുന്നത് കൈകളിൽ പിടിക്കുമായിരുന്നു. പിന്നെന്താ, ആ ഒരു ഹാൻഡ് ഡ്രോൺ കാർട്ട്സ് എന്ന് പറയുമ്പോൾ കൈകൾ പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു കാർട്ട് വലിച്ചു കൊണ്ടുപോകണ ഒരു കാർട്ട് ഉണ്ടല്ലോ, അതിൽ പാത്രങ്ങൾ വെച്ച് കൊണ്ടുപോകും. നെക്സ്റ്റ് വൺ സൈക്കിളും വെച്ച് പോകുന്ന ആൾക്കാരുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ കാൽ നടന്ന് അല്ലെങ്കിൽ എന്താ പറയുക, നടന്നുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ എത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ നടക്കുന്ന പോലെ എല്ലാവരും നടക്കുക കേട്ടോ. ഇനി പല പല സ്ഥലങ്ങളിലേക്കായിട്ട് കഴുത്തിലും ഷോൾഡറിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ പാത്രങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഈവൻ ട്രെയിനിൽ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ വൈറ്റ് ക്യാപ്പ് ഫോർ ദ ഡബ്ബാവാലാസ്? ഡബ്ബാവാലാസ് നെയിം, ആ വൈറ്റ് ക്യാപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ദ വൈറ്റ് ക്യാപ്പ് ഈസ് എ മാർക്ക് ഓഫ് ഐഡൻറ്റിറ്റി. അവരെ തിരിച്ചറിയാനുള്ള ഒന്നാണ് ഈ ഒരു വൈറ്റ് ക്യാപ്പ്. അവരുടെ അസോസിയേഷനിലുള്ള എല്ലാ ആൾക്കാരും ഈ വൈറ്റ് ക്യാപ്പ് വെച്ചിട്ടാണ് നടക്കുക. വാട്ട് ആർ ദ ഡബ്ബാവാലാസ് പുട്ട് ത്രൂ റിഗോറസ് ട്രെയിനിങ്? റിഗോറസ് ട്രെയിനിങ്ങിൽ ഒരുപാട് കഠിനമായ ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ എന്തൊക്കെയാണ് ഈ ഡബ്ബാവാലാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത്? അവിടെ മിസ് ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. എഴുതിയിട്ടല്ല, മാർക്ക് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദേ ഡീൽ കോർട്ടിയസ്ലി വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് സോ കനോട്ട് ബി അൺകൗത്ത് ഓർ ഡ്രങ്ക്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കണം. ഇതുപോലെ തന്നെ കുടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടോ അവരോട് നമ്മൾ സംസാരിക്കാൻ ഇടപഴകാൻ പാടില്ല. ഇതൊക്കെയാണ് ഒരു ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുക. നെക്സ്റ്റ്, വാട്ട് ആർ ദ കോൺസിക്വൻസ് ദാറ്റ് ദ ഡബ്ബാവാലാസ് വുഡ് ഫേസ് ഇഫ് ദേ ഡിഡ്ന്റ് ഗോ വിത്ത് ദ റൂൾസ് ഓഫ് ദ സിസ്റ്റം? ആ സിസ്റ്റത്തിനനുസരിച്ച് അവരുടെ റൂളിൽ പോകുന്നില്ലെങ്കിൽ എന്താ അവർക്ക് സംഭവിക്കുക? ആദ്യം എന്ത് ചെയ്യും? ഇനീഷ്യലി ഫൈൻഡ് ഫോർ ദ ഫസ്റ്റ് ഒഫൻസ്, ഗ്രീനിൽ ഹൈലൈറ്റിൽ മിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം അവർക്ക് ഫൈൻ കൊടുക്കും. ആൻഡ് ദെൻ റിമൂവ് ഫ്രം ദ അസോസിയേഷൻ ഇഫ് ഇറ്റ് ഷുഡ് ഹാപ്പൻ അഗെയിൻ. പിന്നെയും അത് സംഭവിക്കുകയാണെങ്കിൽ അവരെ അവരുടെ അസോസിയേഷനിൽ നിന്ന് അവിടുന്ന് എന്തു ചെയ്യും? മാറ്റും. പിക്ക് എ വേർഡ് ഫ്രം ദ പാസേജ് ദറ്റ് മീൻസ് ലാക്കിംഗ് ഗുഡ് മാനേഴ്സ്. നല്ല മാനേഴ്സ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആൾക്കാരോട് ബിഹേവ് ചെയ്യാണ്ടിരിക്കുക, കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞല്ലോ. അതിനുള്ള ഒരു വാക്ക് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ പാരഗ്രാഫിലുണ്ട്. അൺകൗത്ത് എന്ന്. അൺകൗത്ത് ഓർ ഡ്രങ്ക് കണ്ടുല്ലോ, അവിടെ അൺകൗത്താണ് ആ പൊട്ട മാനേഴ്സിലെ ആൾക്കാരോട് അല്ലെങ്കിൽ നല്ല മാനേഴ്സ് അല്ലാതെ സംസാരിക്കുക എന്നുള്ളതുകൊണ്ട് മീനിങ്.
നെക്സ്റ്റ് സെക്ഷൻ ക്വസ്റ്റ്യൻ 6 to 9 ആണ്. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം സീ ഫീവർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. അപ്പോൾ അവിടെ നമുക്ക് സീ ഫീവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈ ഡസ് ദ സ്പീക്കർ ലോങ് ഫോർ ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ? അപ്പോൾ അവിടുത്തെ ആ ലോൺലി സീ ആൻഡ് സ്കൈനെ പറ്റി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ സ്പീക്കർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ബിക്കോസ് ഹി ഫീൽസ് എ ഡീപ്പ് ഡിസയർ ടു റിട്ടേൺ ടു ദ പീസ്ഫുൾ ആൻഡ് ഫ്രീ ലൈഫ് അറ്റ് സീ. കാരണം അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണ്? ആ ഒരു ഫ്രീ ആയിട്ടുള്ള ലൈഫിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പീസ്ഫുൾ സമാധാനപരമായിട്ടുള്ള ലൈഫിലേക്ക് തിരിച്ചു പോകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡിസയർ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചു കടലിലേക്ക് പോകണം. അതുകൊണ്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്? ലോൺലി സീ അതുപോലെ സ്കൈനൊക്കെ ഇഷ്ടപ്പെടുന്നതും അതിനെപ്പറ്റി പറയുന്നതും. നെക്സ്റ്റ്, വാട്ട് ഓഡിറ്ററി എക്സ്പീരിയൻസ് ഡസ് ദ സ്പീക്കർ ഡിസയർ ഡ്യൂറിങ് ഹിസ് ജേണി? അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേണിയിൽ എന്ത് ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിയോ എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മ്യൂസിക്കിനൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഓഡിറ്ററി കേൾക്കാൻ പറ്റുന്നത്, വിഷ്വലി എന്താ, അല്ലെങ്കിൽ ഇമാജിനറി എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓഡിറ്ററി എക്സ്പീരിയൻസ് ആൾക്ക് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? ഹി വോണ്ട്സ് ടു ഹിയർ ദ വിൻഡ് സോങ് ആൻഡ് ദ സൗണ്ട് ഓഫ് ദ ഷിപ്സ് വീൽ. ആൾക്ക് കേൾക്കേണ്ടത് കടലിൽ പോകണം, അവിടുത്തെ സമാധാനപരമായിട്ടുള്ള ജീവിതം വേണമെന്ന് ആഗ്രഹിക്കണം. എന്തുകൊണ്ടൊക്കെയാണ്? ഓഡിറ്ററി ആൾ ആഗ്രഹിക്കണം. എന്തൊക്കെയാണ് ആൾ ആഗ്രഹിക്കുന്നത്? അവിടുത്തെ വിൻഡ്, കാറ്റിൻ്റെ ശബ്ദം, കടലിലെ കാറ്റിൻ്റെ ഒരു പ്രത്യേക ശബ്ദം തന്നെയുണ്ട്, ആ സൗണ്ട് കേൾക്കണം. അതുപോലെ ഷിപ്പിൻ്റെ വീലിൻ്റെ ശബ്ദം കേൾക്കണം എന്നൊക്കെയായിരുന്നു ആളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഡു ദ ഗ്രേ മിസ്റ്റ് ആൻഡ് ദ ഗ്രേ ഡോൺ സിംബലൈസ് ഇൻ ദ പോയം? അവിടെ പറയുന്നുണ്ട് എന്താണ്? ഗ്രേ മിസ്റ്റ് അതുപോലെ ഗ്രേ ഡോൺ, ഈ രണ്ട് വാക്കുകളും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു മൂടൽ മഞ്ഞ്. അപ്പോൾ ഗ്രേ കളർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം മൂടൽ മഞ്ഞിൻ്റെ സമയത്ത് എന്താണ്, നമുക്ക് പെട്ടെന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ അതൊരു മങ്ങിയ ചാരനിറമുള്ള ഒരു കളറിലാണ് കാണുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രഭാതമായാലും രാവിലെ നമുക്ക് എന്താ ചെയ്യുക? മഞ്ഞിങ്ങനെ നിറഞ്ഞുകൊണ്ടുള്ള പ്രഭാതമാണല്ലോ, അപ്പോൾ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പോയത്തിൽ അത് സിംബലൈസ് ചെയ്യുന്നത്? എന്താണ് നമുക്ക് തരുന്നത്? ദ കാം മിസ്റ്റീരിയസ് ബ്യൂട്ടി ഓഫ് ദ സീ ആൻഡ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ജേണി. പുതിയ ഒരു യാത്രയുടെ തുടക്കം. അങ്ങനെയാണല്ലോ ഒരു രാവിലെ എന്ന് പറയുമ്പോൾ എന്താണ്? ലൈഫിൻ്റെ ഒരു പുതിയ തുടക്കമാണ് ഓരോ രാവിലെ, അല്ലെങ്കിൽ ഓരോ മോർണിംഗും നമുക്ക് പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്താ പറയുക, ഒരു ഗിഫ്റ്റായിട്ട് ദൈവം നമുക്ക് തരുന്നതാണ്. ഓക്കെ, ഇനി ദ മിസ്റ്റീരിയസ് ബ്യൂട്ടി ഓഫ് ദ സീ എന്ന് പറഞ്ഞാൽ എന്താ? മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ ദുരൂഹത, അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതകരമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യമായിട്ട്, അങ്ങനെയൊക്കെയാണ് മീനിങ് വരുന്നത്. എപ്പോഴും കടൽ എന്ന് പറയുന്നത് ഒരു ദുരൂഹത നിറഞ്ഞ സ്ഥലമാണ്. നമുക്കറിയാനാവാത്ത, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത പലയിടങ്ങളും കടലിൻ്റെ ആഴങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഗ്രേ മിസ്റ്റ്, ഗ്രേ ഡോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മൂടൽ മഞ്ഞ്, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാം മൂടിക്കിടക്കുന്നത്, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ പല രഹസ്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അതൊക്കെയാണ് മീൻ ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ ഗിവൻ സ്റ്റാൻസ. ഈ സ്റ്റാൻസയുടെ റൈം സ്കീം പറയാനാണ്. എങ്ങനെയാണ് റൈം സ്കീം അറിയാത്ത പലരും ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സ് പറയുമ്പോഴും അതിലൊക്കെ റൈം സ്കീം വരുമ്പോൾ വളരെ വ്യക്തമായി പറയാറുണ്ട്. എന്നാലും ഡൗട്ടുള്ള ആൾക്കാരുണ്ട്, അവർ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇവിടെ നോക്കിയേ, നമ്മൾ ഒരു ലൈനിൻ്റെ അവസാനം വരുന്ന വേർഡ് നോക്കുക, സ്കൈ എന്നാണ് വരുന്നത്. രണ്ടാമത്തെ വേർഡ് നോക്കിയാൽ ബൈ. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ഉച്ചാരണം നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. സ്കൈ, ബൈ രണ്ടും ഒരേ രീതിയിലാണല്ലോ. അപ്പോൾ നമ്മൾ സ്കൈ വന്നപ്പോൾ എ ഇട്ട് കൊടുത്തു. അതേ ഉച്ചാരണം, അല്ലെങ്കിൽ അതേ പ്രൊനൗൺസ് വരുന്ന വാക്കുകളൊക്കെ ലാസ്റ്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇനി എ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ബൈ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും ഞാൻ എ ഇട്ട് കൊടുത്തു. ഇനി ഷെയ്ക്കിങ് എന്ന് പറയുന്നത് ബൈ, സ്കൈ എന്നൊക്കെ പറയണ പോലെയാണോ? അല്ല. അപ്പം ഞാൻ അതിന് രണ്ടാമത്തെ വാക്കായ ബി ഇട്ട് കൊടുത്തു. അടുത്തത് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഷെയ്ക്കിംഗ്, ബ്രേക്കിംഗ് ഒരുപോലെയാണല്ലോ. അല്ലാതെ സ്കൈ, ബ്രേക്കിംഗ് അതൊരുപോലെയാണോ? അല്ല. അപ്പോൾ ഷെയ്ക്കിംഗ്, ബ്രേക്കിംഗ് ഒരുപോലെ ആയതുകൊണ്ട് ഷെയ്ക്കിങ്ങിൻ്റെ അവിടെ എന്ത് കൊടുത്തോ അത് തന്നെ ഇവിടെ കൊടുക്കുക. അപ്പോൾ ബി വന്നു, എ ബി. ഇനി അടുത്തത് വേറെ വാക്കാണെങ്കിൽ നിങ്ങളവിടെ സി കൊടുക്കണം. അതുപോലെയുള്ള പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ സി കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ റൈമിംഗ് സ്കീം എന്താ? എ ബി ആണ് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10th ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം സക്സസ് ആൻഡ് പ്രിപ്പയർ ആൻ അപ്രിസിയേഷൻ ഫോക്കസിങ് ഓൺ ദ തീം ആൻഡ് പോയറ്റിക് ഡിവൈസസ്. അപ്പോൾ ഇവിടുത്തെ ഓരോ വാക്കുകളുടെയും, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ ലൈനുകളും വായിച്ച് സക്സസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയറ്റിൻ്റെ അപ്രിസിയേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്കതൊന്ന് നോക്കാം. Summary of the poem Success. The poem Success by H.W. Longfellow teaches us that achieving our goal takes hard work, patience and steady effort. അപ്പോൾ ഇവിടെ ലോങ്ഫെല്ലോ എന്ന് പറഞ്ഞ ആ ഒരു
പോയറ്റ് ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ ഒരു ഗോള് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക, അത് നേടുക എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും, പേഷ്യൻസ്, നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. ആൻഡ് സ്റ്റഡി എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എയിമിലോട്ടുള്ള നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതല്ലാതെ പകുതി വെച്ച് നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ടേൺ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നിർത്താൻ പാടില്ല. Unlike birds that can fly high easily, humans must climb slowly step by step to reach their dreams. നമ്മുടെ ബേർഡ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മേലോട്ട് ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ഒറ്റയടിക്ക് പറക്കുന്നതാണോ? അല്ല, അത് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യർ. അവരെന്താ ചെയ്യുക, അവരവരുടെ ജീവിതത്തിൽ ക്ലൈംബ് ചെയ്യുകയാണ്. ക്ലൈംബ് ചെയ്യുക വെച്ച് എന്താ, ഓരോ സ്റ്റെപ്പും മെല്ലെ മെല്ലെ നടന്ന് നീങ്ങുകയാണ്. എന്തിലേക്ക്? അവരുടെ സ്വപ്നങ്ങളിലേക്ക്. ദ പോയിറ്റ് റിമൈൻഡ്സ് അസ് ദാറ്റ് ഗ്രേറ്റ് പീപ്പിൾ ഡിഡ് നോട്ട് ബിക്കം സക്സസ്ഫുൾ ഓവർനൈറ്റ്. ഒരു രാത്രി കൊണ്ട് ഒരാളും വലിയ ആൾക്കാരാവണില്ല. അതിപ്പോൾ എത്ര വലിയ ആൾക്കാരെ നമ്മൾ എടുത്താലും ആളവിടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മാത്രമാണ് ഓരോ ഉയരങ്ങളിലും എത്തുന്നത്. ദേ വർക്ക്ഡ് ഹാർഡ് ഈവൻ വെൻ അതേഴ്സ് വർ റെസ്റ്റിംഗ്. എല്ലാവരും കുറച്ചു നേരം കിടക്കട്ടെ, കുറച്ചു നേരം ഉറങ്ങട്ടെ. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ഇടയിലുള്ള കുട്ടികൾ തന്നെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, കുറേ പേർക്ക് ഫസ്റ്റ് സെക്കൻഡൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഈ പഠിക്കുന്ന കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അവർ നിങ്ങളെക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാരണമാണ് അവിടെ എത്തുന്നത്. നമ്മൾ വിചാരിക്കും ഒരു 5 മിനിറ്റ് ഫോൺ നോക്കാം, 5 മിനിറ്റ് അല്ല നോക്കുന്നുള്ളൂ, ആ 5 മിനിറ്റ് എന്ത് ചെയ്യും, 50 മിനിറ്റ് ആയിട്ട് മാറും. അപ്പോൾ അതുപോലെ പലരും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവരവിടെ ഹാർഡ് വർക്ക് ചെയ്യാണ്. ലോങ്ഫെല്ലോ യൂസേഴ്സ് ഇമേജസ് ലൈക്ക്, ഇനി എന്തൊക്കെ ഇമേജസ് ആണ് അവിടെ ഉള്ളത്, പിരമിഡ്സ്, മൗണ്ടെയിൻസ്, ടു ഷോ ദാറ്റ് എവറി ബിഗ് ചാലഞ്ച് ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു സ്മോൾ മാനേജബിൾ സ്റ്റെപ്സ്. പിരമിഡ് നോക്കിയാലും മൗണ്ടെയിൻസ് നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യാം, എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും എത്ര വലിയ ആ ഒരു ചാലഞ്ച് ആണെങ്കിലും വെല്ലുവിളിയാണെങ്കിലും നമുക്കത് ചെറിയ ചെറിയ സ്റ്റെപ്പാക്കി ബ്രോക്കൺ ചെയ്ത് നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, എപ്പോഴും നമുക്ക് ഒറ്റയടിക്ക് മൗണ്ടൈൻ്റെ മുകളിൽ പോയി നിൽക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ഓരോ സ്റ്റെപ്പ് വീതം നടന്നാണ് പോകുന്നത്. ചെറിയൊരു കുട്ടീനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, അവർ ഒറ്റയടിക്ക് ഓടുന്നുണ്ടോ? ഇല്ല, അവരാദ്യം എന്ത് ചെയ്യുന്നുണ്ട്, മുട്ടുകുത്തി നടക്കുന്നു, ഇഴയുന്നു, അതുപോലെ പിന്നെ നടക്കുന്നു, പിന്നെ ഓടുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ചെയ്തിട്ടാണ് കുട്ടി ഓട്ടത്തിലേക്ക് എത്തുന്നത്. ഓവറോൾ ദ പോയം എൻകറേജസ് ടു കീപ് ക്ലൈംബിങ്, നെവർ ഗിവ് അപ്പ്. ഓവറോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പോയം പറയുന്നത് നിങ്ങളെപ്പോഴും ഇങ്ങനെ ക്ലൈംബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, നെവർ ഗിവ് അപ്പ്, തോറ്റു കൊടുക്കരുത്. ആൻഡ് സ്റ്റേ ഡിറ്റർമൈൻഡ് ആൻഡ് കമ്മിറ്റഡ്. എപ്പോഴും ഒരു കാര്യത്തിൽ കമ്മിറ്റ് ആയിട്ടിരിക്കുക, എനിക്കിത് ചെയ്യണം എന്നുള്ള വിചാരത്തിലിരിക്കുക. ഡിറ്റർമൈൻഡ്, ലക്ഷ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് എഫോർട്ട് വി ക്യാൻ ഓവർകം എനി ഒബ്സ്റ്റക്കിൾ ആൻഡ് അച്ചീവ് സക്സസ്. നമുക്ക് നല്ല രീതിയിലൊരു ഡെഡിക്കേഷൻ, അതിൽ നമ്മൾ 100% കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ എഫേർട്ടും കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വി ക്യാൻ ഓവർകം എനി ഒബ്സ്റ്റക്കിൾ. ഒബ്സ്റ്റക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ തടസ്സങ്ങൾ, എന്ത് തടസ്സങ്ങളും നമുക്ക് മറികടന്ന് പോകാൻ പറ്റും. ആൻഡ് അച്ചീവ് സക്സസ്, നമുക്ക് നേട്ടം അല്ലെങ്കിൽ സക്സസ്, വിജയം നേടാൻ പറ്റും. ഇതാണ് ആ ഒരു ചാപ്റ്ററിലുള്ളത് കേട്ടോ. അപ്പോൾ പിരമിഡ്, മൗണ്ടെയിൻസ് എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഇമേജസ് ആണ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സെക്ഷൻ 11 to 14 ആണ്. വീണ്ടും നമുക്കൊരു പാരഗ്രാഫാണ്, ഒരു പാസേജാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അവിടുന്ന് ആൻസർ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പാരഗ്രാഫ്. ഇത് ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ പാരഗ്രാഫൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കിക്കോ, കുഴപ്പമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് താഴെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ആൻസർ ഒന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. ടൈം എടുത്തിട്ട് നോക്കിക്കോളോ. എന്തായാലും മിസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ 15 to 16, ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ്. 15ഉം 16ഉം ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. എല്ലാ കുട്ടികളും ചെയ്യുന്ന മിസ്റ്റേക്ക്, ചില ആൾക്കാർ ഇതുപോലെ ഹെഡിങ് ശ്രദ്ധിക്കാണ്ട് എല്ലാ ക്വസ്റ്റ്യനും എഴുതിക്കും, എന്നിട്ട് അവസാനത്തെ ക്വസ്റ്റ്യനൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസർ തരുന്നുണ്ട്, നോക്കാം. ചാലഞ്ചസ് ഫേസ്ഡ് ബോൾഡ്ലി ആൻഡ് റൈറ്റ് ഡിസിഷൻ ടേക്ക് ഓൺ ടൈം മേക്ക് വൺസ് ലൈഫ് സക്സസ്ഫുൾ. ബദനി ഹാമിൽട്ടൺ exemplifies സർവൈവൽ, റിസൈലൻസ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്. നറേറ്റ് ഹെർ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആ ഒരു ബദനി എന്ന് പറയുന്നത് ഒരു കൈ നഷ്ടപ്പെട്ടിട്ടും ഒരുപാട് വെല്ലുവിളികളെ മുന്നിട്ട് കൊണ്ടുവന്ന് സർഫിങ്ങിൽ നല്ല നല്ല ചാമ്പ്യൻഷിപ്പ് കിട്ടിയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി നമുക്കറിയാവുന്നതാണ്. നമ്മളത് നരേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നരേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക, എപ്പോഴും നമ്മൾ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പേഴ്സൺ ആയിട്ട് നിന്നിട്ട് നമ്മൾ അവരുടെ കാര്യം പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക എന്താ, ഷീ, ഹെർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഒരാളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണല്ലോ, അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. ആ കാര്യങ്ങൾ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം കേട്ടോ. 15th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിവിടെ പോയിൻറ്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, പാരഗ്രാഫ് ആക്കി കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ ഒരു ആൻസർ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബദനി ഹാമിൽട്ടൺസ് സ്റ്റോറി, അത് ഞാൻ ആ സ്റ്റോറി ഒരു സിമ്പിൾ വേർഡ്സിൽ പറയുകയാണ്. ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണ് കേട്ടോ.
എ പ്രോമിസിംഗ് സർഫർ ആയിരുന്നു, നമുക്കറിയാതെ. ബെഥനി ഹാമിൽട്ടൺ വാസ് എ യങ് ഗേൾ ഫ്രം ഹവായി ഹു ലവ്ഡ് സർഫിംഗ്. ബൈ ദ ഏജ് ഓഫ് 13 ഷീ വാസ് ഓൾറെഡി റെക്കഗ്നൈസ്ഡ് ആസ് എ ടാലൻറ്റഡ് സർഫർ വിത്ത് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. അപ്പോൾ ഹവായി എന്നുള്ളൊരു കുട്ടിയാണ്, സർഫിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുട്ടി. 13-ാം വയസ്സിൽ തന്നെ അവളെ ആൾക്കാർ തിരിച്ചറിഞ്ഞു, റെക്കഗ്നൈസ് ചെയ്തു. എങ്ങനെയാണ് ഒരു ടാലൻ്റുള്ള നല്ല കഴിവുള്ള ഒരു സർഫറായിട്ട്. സർഫിങ്ങിലൊക്കെ അപ്പോൾ ആൾ നല്ലൊരു ഫ്യൂച്ചറുള്ള കുട്ടിയായിരുന്നു. ദ ട്രാജിക് ആക്സിഡൻറ്റ്, പിന്നെയാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. വൺ മോർണിംഗ് ഇൻ 2003 2003 ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. വൈൽ സർഫിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷി വാസ് അറ്റാക്ക്ഡ് ബൈ എ ഷാർക്ക്. ഒരു ഷാർക്ക് അവളെ അറ്റാക്ക് ചെയ്യാണ്. ദ അറ്റാക്ക് വാസ് സിവിയർ, ഷി ലോസ്റ്റ് ഹെർ ലെഫ്റ്റ് ആം. നല്ല സിവിയർ എന്ന് പറഞ്ഞാൽ എന്താ, കഠിനമായിട്ടുള്ളൊരു അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ അവൾക്ക് അവളുടെ ലെഫ്റ്റ് കൈ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഫോർ മോസ്റ്റ് പീപ്പിൾ ദിസ് വുഡ് ഹാവ് എൻഡഡ് ദെയർ ഡ്രീംസ്. കുറേ ആൾക്കാർക്കും ഇതിൽ അവരുടെ സ്വപ്നങ്ങൾ എന്ത് ചെയ്യും, ഇല്ലാതാവാറുണ്ട്. ഹെർ റിസൈലൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് അപ്പ് ബെഥനി ഷോഡ് എക്സ്ട്രാ ഓർഡിനറി കറേജ്. ഹെർ റിസൈലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, പ്രതിസന്ധികളെ നേരിടാനുള്ള അവളുടെ ഒരു പ്രതിരോധ ശക്തി. ഓക്കെ, അപ്പോൾ അവളുടെ റിസൈലൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബെഥനി ഷോഡ് എക്സ്ട്രാ ഓർഡിനറി കറേജ്. അതുവരെയുള്ള ധൈര്യമല്ല കാണിച്ചത്. കറേജ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു കറേജ്, ധൈര്യമാണ് കാണിച്ചത്. ഷീ ഡിസൈഡ് ടു റിട്ടേൺ ടു ദ ഓഷ്യൻ ജസ്റ്റ് വീക്ക് ആഫ്റ്റർ ദ ആക്സിഡൻറ്റ്. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അവൾ എന്ത് ചെയ്തു, ഞാൻ ഇന്ന് തിരിച്ച് കടലിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. എന്തിനാ, അവൾക്ക് വീണ്ടും സർഫിംഗ് ചെയ്യാൻ. ലേണിംഗ് ടു സർഫ് വിത്ത് വൺ ആം വാസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ബട്ട് ഷീ നെവർ ലോസ്റ്റ് ഹോപ്പ്. ഒരു കൈ കൊണ്ട് സർഫിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പക്ഷേ അവൾ ഒരിക്കലും അവളുടെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ബെഥനി ചൂസ് നോട്ട് ടു ലെറ്റ് ഫിയർ ഓർ പെയിൻ കൺട്രോൾ ഹെർ ലൈഫ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, കറക്റ്റ് ഡിസിഷൻസ് കറക്റ്റ് സമയത്ത് അവൾ എടുക്കാൻ നോക്കി. എങ്ങനെയാണ്, ബെഥനി അവിടെ പേടിക്കില്ല എന്ന് ഉറപ്പിച്ചു. ചൂസ് നോട്ട് ടു ഫിയർ, ഞാൻ പേടിച്ച് നിൽക്കില്ല, അല്ലെങ്കിൽ ഞാൻ വേദനിച്ച് നിൽക്കില്ല. ഓർ പെയിൻ കൺട്രോൾ ഹെർ ലൈഫ്, എൻ്റെ ജീവിതം ഞാൻ തന്നെ കൺട്രോൾ ചെയ്യും എന്ന് തീരുമാനിച്ചു. ഷീ ട്രെയിൻഡ് ഹാർഡർ. അവൾക്ക് നല്ല ട്രെയിനിങ് അവൾ കുറച്ചല്ല എടുത്ത്, കുറച്ച് കൂടുതൽ ട്രെയിനിങ് എടുത്തു. കാരണം ഒരു കൈ വെച്ചിട്ടാണ് സർഫിംഗ് ചെയ്യാൻ പോണത്. അഡ്ജസ്റ്റഡ് ഹെർ ടെക്നിക് ആൻഡ് കെപ്റ്റ് ഹെർ ഫോക്കസ് ഓൺ ഹെർ പാഷൻ. അവളുടെ പാഷൻ എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. സർഫിങ്ങിൽ ഞാൻ പിന്നോട്ട് പോയില്ല, അപ്പോൾ എൻ്റെ പാഷൻ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പുതിയ ടെക്നിക്ക് അവൾ പഠിച്ചിട്ട് അവൾ അതിൽ തന്നെ നിന്നു. ഹെർ അക്കംപ്ലിഷ്മെൻറ്റ് വിത്തിൻ എ ഇയർ ഷി വാസ് ബാക്ക് ഇൻ കോമ്പറ്റീഷൻ. ഒരു വർഷം കഴിയുമ്പോഴേക്കും കൈ പോയ ആൾ എന്ത് ചെയ്തു, കോമ്പറ്റീഷനിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. പ്രൂവിങ് ദാറ്റ് ഫിസിക്കൽ ലിമിറ്റേഷൻ കനോട്ട് സ്റ്റോപ്പ് എ ഡിറ്റർമൈൻഡ് സ്പിരിറ്റ്. ഒരു നല്ല ലക്ഷ്യമുള്ള ആളെ ഒരിക്കലും നമുക്ക് ഫിസിക്കലി നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല, കൈ പോയാലും കാല് പോയാലും അതൊന്നും ഒന്നിനൊരു തടസ്സമാവില്ല, ലിമിറ്റ് ആവില്ല എന്ന് അവൾ പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഷി വെൻറ്റ് ഓൺ ടു വിൻ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സർഫിംഗ് ഇവൻറ്റ്സ് ഇൻസ്പയറിംഗ് മില്യൺസ്. ആയിരക്കണക്കിന് ആൾക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ടാണ് നാഷണലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സർഫിങ്ങിലൊക്കെ അവൾ പങ്കെടുത്തത്. ഇനി എന്ത് മെസ്സേജാണ് ആൾ കൊടുക്കുന്നത്? ബെഥനീസ് ലൈഫ് ടീച്ചേഴ്സ് ദാറ്റ് സർവൈവൽ, റിസൈലൻസ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ് കം ഫ്രം ഫേസിങ് ചാലഞ്ചസ് ബോൾഡ്ലി ആൻഡ് മേക്കിംഗ് സ്ട്രോങ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ, നിങ്ങൾ പഠിച്ചു വെച്ചോളോ. ബെഥനീസ് ലൈഫ്, എന്താണ് ബെഥനിയുടെ ലൈഫ് നമ്മളെ പഠിപ്പിച്ചത്? സർവൈവൽ, നമ്മൾ എന്ത് വേണം, നമ്മൾ ജീവിക്കണം, നമ്മളിവിടെ നിലനിൽക്കണം. ഇനി റിസൈലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട്. ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ് കം ഫ്രം ഫേസിങ് ചാലഞ്ചസ്. ഇതുപോലെ വെല്ലുവിളികളെ ഫേസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു നേട്ടം, സക്സസ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുക, നല്ല നല്ല തീരുമാനങ്ങളും ഉറച്ച തീരുമാനങ്ങളും കറക്റ്റ് സമയത്ത് നമ്മൾ എടുക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16th question. If you want another endorsement, ask Prince King Charles. The statement affirms the flawless service of the Dabbawalas. In the light of your reading of the article, The Saga of the Tiffin Carriers, prepare a write-up on the unique Dabbawala system of Mumbai. ഡബ്ബാവാലയുടെ കാര്യമൊക്കെ നമുക്കറിയാം. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ ഡബ്ബാവാലിനെ പറ്റി അറിയണമെങ്കിൽ പ്രിൻസിനോട് ചോദിച്ചോ. പ്രിൻസ് ആരാ, അവിടുത്തെ രാജാവായിരുന്നു. അപ്പോൾ അത്രയും നല്ല രീതിയിൽ തന്നെ ഈ ഡബ്ബാവാലാസ് അവിടെ ഫേമസ് ആയിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ സ്റ്റോറി വായിച്ചിട്ട് അതിൻ്റെ ഒരു റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം കേട്ടോ. ദ യുണീക്ക് ഡബ്ബാവാല സിസ്റ്റം ഓഫ് മുംബൈ. മുംബൈയിലെ യുണീക്കായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡബ്ബാവാല സിസ്റ്റം. ദ ഡബ്ബാവാല സിസ്റ്റം ഓഫ് മുംബൈ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റിമാർക്കബിൾ എക്സാമ്പിൾ ഓഫ് ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി, ടീം വർക്ക് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ തന്നെ നല്ല ഡിസിപ്ലിനായിട്ട്, നല്ല പങ്ക്ച്വാലിറ്റി, കറക്റ്റ് ടൈമിൽ, അതുപോലെ ടീം വർക്ക്, എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനുള്ള ഒരു റിമാർക്കബിൾ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എവിടെ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഈ മുംബൈയിലെ ഡബ്ബാവാല സിസ്റ്റം. കാരണം എന്താണ്, കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കണം. ഇനി ഒരാളാണോ കൊടുക്കുന്നത്, ഒരു സ്ഥലം തൊട്ട് ഒരു സ്ഥലം വരെ ഒരാൾ, അവിടുന്ന് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് വേറെ ആളായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അവരുടെ ടീം വർക്കും കൂടി അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്. Every day, thousands of Dabbawalas collect home-cooked meals from household and deliver them
ടു ഓഫീസ് വർക്കേഴ്സ് അക്രോസ് ദ ബിസി സിറ്റി. ഈ ലോകം തന്നെ എന്താണ്, ഭയങ്കര തിരക്കിലാണ്. ആ തിരക്കിനിടയിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത ഫുഡ് ഓഫീസിലേക്ക് എത്തിക്കുന്നത് ആരുടെ പണിയാണ്? ഇവരുടെ പണിയാണ്. ഇന്നത്തെ പോലെ നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഉണ്ടോ? ഇല്ല. വാട്ട് മേക്സ് ദിസ് സർവീസ് യുണീക്ക് ഈസ് ഇറ്റ്സ് ഫ്ലോലെസ് അക്യുറസി. ലഞ്ച് ബോക്സസ് റീച്ച് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. ഇനി എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര യുണീക്ക്, വ്യത്യസ്തമാക്കുന്നത്? അവരുടെ ആ അക്യുറസി, അവരുടെ ആ സ്പീഡ് തന്നെയാണ്, അല്ലെങ്കിൽ ആ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. എന്തുകൊണ്ടാണ്? കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ആളുടെ കയ്യിൽ ആ ഫുഡ് എത്തിയിരിക്കും. ഡിസ്പൈറ്റ് ദ ചോസ് ഓഫ് മുംബൈസ് ട്രാഫിക്. മുംബൈയുടെ ട്രാഫിക് നമുക്ക് പറയാൻ പറ്റാവുന്ന രീതിയേക്കാൾ അലമ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പം അതിനിടയിലും ഈ കറക്റ്റായിട്ട് ഫുഡ് കറക്റ്റ് ആളുടെ സ്ഥലത്ത് എത്തുന്നുണ്ട്. ദ വർക്ക് ഹാസ് ബീൻ പ്രൈസ്ഡ് ഇൻ്റർനാഷണലി, ഈവൻ എൻഡോസ്ഡ് ബൈ പ്രിൻസ് ചാൾസ് ഹു അഡ്മിയർഡ് ദെയർ എഫിഷ്യൻസി. അപ്പോൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഈ ഡബ്ബാവാലാസിൻ്റെ ആ ഒരു എഫിഷ്യൻസി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ആരാണ്? ഇൻ്റർനാഷണലി വരെ എത്തിയിട്ടുണ്ട്. പ്രിൻസ്, അന്നത്തെ രാജാവായ ചാൾസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വർക്കിനെ അവർ പ്രൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദ ഡബ്ബാവാല ഫോളോ എ സിമ്പിൾ കോഡിംഗ് സിസ്റ്റം ഓഫ് കളേഴ്സ് ആൻഡ് സിമ്പിൾസ് ടു സോർട്ട് ആൻഡ് ഡെലിവർ ടിഫിൻ ആൻഡ് ദേ റയർലി മേക്ക് മിസ്റ്റേക്ക്. അപ്പോൾ ഡബ്ബാവാല ഇത്രയും ഫുഡ് കൊണ്ടുവരുമ്പോൾ അത് ഇന്ന സ്ഥലത്തേക്കാണ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവരൊരു ചെറിയ സിമ്പിൾസും അതുപോലെ ചില കളേഴ്സൊക്കെ വെച്ചിട്ടാണ് ഓരോ ടിഫിനെയും അവരെന്ത് ചെയ്യുന്നത്? വ്യത്യസ്തമായിട്ട് കാണുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് എവിടെ എത്തിക്കണം എന്താണെന്നൊക്കെ. ഭയങ്കര റയറായിട്ട് 1000 ഫുഡ് എത്തിക്കുകയാണെങ്കിൽ അതിൽ 1 or 2 ആണാണ്ട് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോവുക. മോസ്റ്റ് ഓഫ് ദം ആർ ഓർഡിനറി മെൻ വിത്ത് ലിറ്റിൽ ഫോർമൽ എഡ്യൂക്കേഷൻ. എല്ലാവരും സാധാരണ മനുഷ്യന്മാരാണ്. അവർക്ക് കുറച്ച് എഡ്യൂക്കേഷനേ ഉണ്ടാവുള്ളൂ. യെറ്റ് ദർ ഡെഡിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ ഹാവ് മെയ്ഡ് ദ സിസ്റ്റം എ മോഡൽ ഓഫ് റിലയബിലിറ്റി. എന്നാൽ അവരുടെ ആ ഒരു ഡെഡിക്കേഷനും അതുപോലെ തന്നെ കോർഡിനേഷനും ഒരുമിച്ചുള്ള വർക്കുമാണ് ആ മോഡലിനെ ഇത്രയും കൃത്യമായി എത്തിക്കുന്നത്, ഇത്രയും റിലയബിളായിട്ട് എത്തിക്കുന്നത്. ദ സ്റ്റോറി ഓഫ് ദ ഡബ്ബാവാല ടീച്ചേഴ്സ് us that commitment, unity and timely decision can turn even a simple service into a world class achievement. ഡബ്ബാവാലയുടെ ഈ സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് എന്താണ്? നമ്മൾ ഒരു കാര്യത്തിൽ കമ്മിറ്റ് ചെയ്യുക, നമ്മളതിൽ നമ്മുടെ 100% അർപ്പിക്കുക, അതുപോലെ യൂണിറ്റി, എല്ലാവരും ഒരുമിച്ചൊരു കാര്യം ചെയ്യുക, ആൻഡ് ടൈംലി ഡിസിഷൻ, കറക്റ്റ് സമയത്ത് നമ്മൾ തീരുമാനം എടുക്കണം. ഇതൊക്കെ എന്തു ചെയ്യും? നമ്മുടെ സർവീസ് ഈ ഒരു ലോകം മുഴുവൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ലോകം മുഴുവൻ എത്താനും ഒരു വേൾഡ് ക്ലാസ് അച്ചീവ്മെൻറ്റ്, കുറച്ച് സ്ഥലങ്ങളിലോ മുംബൈയിലോ മാത്രമല്ല ഈ ലോകം മൊത്തം ഒരു നേട്ടമായിട്ട് തീരാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് പഠിപ്പിച്ചു. ഓക്കെ. നെക്സ്റ്റ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ 17 to 19 ആണ്. അതിലേതെങ്കിലും 2 അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. 2 5 മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത്. സോ നമുക്ക് നോക്കാം. ദ റൈറ്റർ ഫെൽറ്റ് എ ഡീപ് സെൻസ് ഓഫ് ജോയ് വെൻ ഷീ എക്സ്പീരിയൻസ്ഡ് ദ ഫസ്റ്റ് ഡൗൺപോർ ഓഫ് മൺസൂൺ ഇൻ ഹെർ വില്ലേജ്. The sound of the rain on the roof and the feelings of comfort as she sipped in tea and watched the raindrop made her appreciate the beauty of nature. What would she scribble as her diary entry for the day prepared? അപ്പോൾ ഒരു ഡയറിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഇതിൽ പറയുന്നത്? നമ്മുടെ കവി, എഴുതുന്ന എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്താണ് ചെയ്യുന്നത്? ഒരു ഗ്ലാസ് ചായക്കായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ മഴ പെയ്യുന്നത് ആസ്വദിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ആദ്യത്തെ മഴയാണ്, മൺസൂൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ മഴയാണ്. അപ്പോൾ അന്ന് എന്തായിരിക്കും ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? ഡയറി എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡയറി, നോട്ടീസ്, ലെറ്റർ, അതുപോലെ ക്യാരക്ടർ സ്കെച്ച്, പ്രൊഫൈൽ റൈറ്റിംഗ്, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, മുകളിലായിട്ടുള്ള ഐ ബട്ടണിലും കൂടി കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾ എന്തായാലും കാണുക. യൂഷ്വലി നിങ്ങൾക്ക് എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. എപ്പോഴും ഡയറി എഴുതുമ്പോൾ ഫോർമാറ്റ് തെറ്റിയിട്ട് എഴുതാറുണ്ട്, അവിടെ നമുക്ക് മാർക്ക് പോവും. ഫോർമാറ്റ് ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. സോ നമുക്ക് എങ്ങനെയാണ് ഡയറി നോക്കാം കേട്ടോ. സോ നമ്മളൊരു ബോക്സിലാണ് ആദ്യം ഡയറി എഴുതാനായിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് വേണം? ഡേറ്റ് എഴുതണം. ഇപ്പോൾ ഇവിടെ ഞാൻ June 5 എഴുതിയിട്ടുള്ളത്, നിങ്ങൾ June 5 Monday Tuesday അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. ഡേ കൂടി മെൻഷൻ ചെയ്തോളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതും കറക്റ്റാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തോ നിങ്ങൾ. ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ടൊരു കോമി ഇടാം. പിന്നെ എല്ലാ ഡയറിയിലും അതിപ്പോൾ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് എഴുതി തുടങ്ങാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ടുഡേ. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ടുഡേ വാസ്, എപ്പോഴും പാസ്റ്റ് ടെൻസിൽ വേണം ഡയറി എഴുതാനായിട്ട്. ടുഡേ വാസ് ആൻ അൺഫോർഗെറ്റബിൾ ഡേ ഫോർ മീ. ഇന്ന് എനിക്ക് മറക്കാനാകാത്ത ഒരു ദിവസമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് വേണം നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് കൊടുക്കാൻ. ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങളങ്ങനെ എഴുതിക്കോളാം. ടുഡേ വാസ് ആൻ അൺഫോർഗെറ്റബിൾ ഡേ ഫോർ മീ. ടുഡേ വാസ് എ ഡേ ഓഫ് പ്യുവർ ജോയ്. സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. ദ ഫസ്റ്റ് ഡൗൺ പോർ ഓഫ് ദ മൺസൂൺ അറൈവ്ഡ് ഇൻ മൈ വില്ലേജ്. ആദ്യത്തെ ആ ഒരു തുള്ളി അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു മൺസൂണിൻ്റെ മഴത്തുള്ളി ഇതാ ഇന്ന് എൻ്റെ വില്ലേജിൽ വന്നു. ആൻഡ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് നേച്ചർ വാസ് സെലിബ്രേറ്റിംഗ് വിത്ത് മീ. എനിക്കത് തോന്നിയത്, ഫെൽറ്റ് കണ്ട പാസ്റ്റ് ടെൻസ് ആണ് വന്നിരിക്കുന്നത്. ഫീലാണ് പ്രസൻറ്റ് ടെൻസ്,
അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫെൽറ്റ്. എനിക്കത് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ തോന്നിയത് എന്താണ്? നേച്ചർ, പ്രകൃതി എൻ്റെ ഒപ്പം അത് ആഘോഷിക്കുകയാണ്. ആസ് ദ റെയിൻ ടാപ്ഡ് ജെൻ്റലി ഓൺ ദ റൂഫ്, ആ വീടിൻ്റെ മുകളിൽ റൂഫിൽ ആ റെയിൻ വന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ എന്താ പറയുക ഇറ്റിറ്റ് വീണപ്പോൾ ടാപ്പ് ചെയ്തപ്പം ഐ സാറ്റ് ബൈ ദ വിൻഡോ വിത്ത് എ വാം കപ്പ് ഓഫ് ടീ ഇൻ മൈ ഹാൻഡ്. വിൻഡോൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ ഒരു ചൂടുള്ള ചായയായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ദ കൂൾ ബ്രീസ്, ആ തണുത്ത ഇളം കാറ്റ്. ദ റിത്തമിക് സൗണ്ട് ഓഫ് റെയിൻ ഡ്രോപ്പിൻ്റെ ആ ഒരു സൗണ്ട്, പാട്ടുപോലെ താളമുള്ള സൗണ്ട്. ആൻഡ് ദ ഫ്രഷ് സ്മെൽ ഓഫ് വെറ്റ് എർത്ത് ഫിൽഡ് മീ വിത്ത് കംഫോർട്ട് ആൻഡ് ഹാപ്പിനെസ്. സന്തോഷവും കംഫോർട്ടും ആണ് എനിക്ക് തന്നത്. ഇങ്ങനെയാണ് ഈ മഴത്തുള്ളികൾ വീഴുമ്പോൾ അതിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോഴും, അതുപോലെ എന്താണ് ആ ഭൂമിയിൽ വന്ന് വീഴുമ്പോൾ ആ മണ്ണിൽ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലുണ്ട്, ആദ്യത്തെ പുതുമഴയുടെ മണം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് തോന്നിയത്. വാച്ചിങ് ദ റെയിൻ ഡാൻസ് അക്രോസ് ദ ഫീൽഡ് ആൻഡ് റൂഫ് ടോപ്പ് ഐ റിയലൈസ്ഡ് ഹൗ ബ്യൂട്ടിഫുൾ ആൻഡ് സൂത്തിങ് നാച്ചർ ക്യാൻ ബി. അപ്പോൾ ഈ ഒരു മഴ ഇങ്ങനെ പാടങ്ങളിലും വീടുകളിലൊക്കെ വന്ന് പെയ്തു പോകുമ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മനോഹരമാണ്, അതുപോലെ എത്ര ഭംഗിയാണ് ഈ ഒരു നേച്ചർ കാണാൻ. ദിസ് സിമ്പിൾ മൊമെൻറ്റ് മെയ്ഡ് മീ ഗ്രേറ്റ്ഫുൾ ഫോർ ദ പീസ് ആൻഡ് ചാം ഓഫ് വില്ലേജ് ലൈഫ്. ഈ ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ ആ ഒരു ഭംഗി, ദിസ് സിമ്പിൾ മൊമെൻറ്റ് മെയ്ഡ് മീ ഗ്രേറ്റ്ഫുൾ, എന്നെ ഒരുപാട് നന്ദിയുള്ളവനാക്കി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നന്ദിയുള്ളവളാക്കി. ട്രൂലി ദ മൺസൂൺ ഹാസ് എ മാജിക് ദാറ്റ് ടച്ച് ദ ഹാർട്ട്. നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒരു മാജിക്കാണ് ശരിക്കും ഈ മൺസൂൺ കാലത്ത്, ഈ മഴക്കാലത്തുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് താഴെയായിട്ട് ഗുഡ് നൈറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡയറി കംപ്ലീറ്റ് ആയി. ഒരു ഡയറി എഴുതുമ്പോൾ ഫോർമാറ്റ് എന്താ? എപ്പോഴും ബോക്സ് എഴുതണം, ഡേറ്റ് മസ്റ്റാണ്, സ്റ്റാർട്ട് വിത്ത് നിങ്ങളുടെ ഇമോഷൻസ് എഴുതണം, അതുപോലെ എപ്പോഴും പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാനായിട്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഡയറി എഴുതുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഇറ്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെയർ, കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ നമുക്ക് തന്നിരിക്കുന്നത് മൈ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ദാറ്റ് മൈ ലൈഫ് വുഡ് നെവർ ബി ദ സെയിം അഗെയിൻ കെയിം ജസ്റ്റ് ആസ് വി വർ ലീവിങ് ദ ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ ജീവിതം ഇനി പഴയ പോലെ ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട് ദ മെയിൻ എൻട്രൻസ് വി ഹാഡ് ടു ഗോ ത്രൂ എ മേസ് ഓഫ് ഹാൾവേ ആൻഡ് സ്നീക്ക് ഔട്ട് ത്രൂ ദ ബാക്ക് ഡോർ. അപ്പോൾ മെയിൻ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതിന് പകരം പിന്നിലത്തെ ഒരു ഡോർ വഴിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് കടന്നത്. ദർ വർ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ്സ് വിത്ത് us, and when we go to a car there were 2 Kauai policemen who followed us to a house in Anahola where I could contain to recover in privacy. ഇത്രയുള്ള ആ ഒരു സ്റ്റോറി വായിച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഹോസ്പിറ്റലിൻ്റെ മുൻവാതിലൂടെ പോവാതെ പിൻവാതിലൂടെ പോയി. കാരണം എന്താണ്, കുറേ ന്യൂസ് റിപ്പോർട്ടേഴ്സും ടി വിയിൽ വരുന്ന ആൾക്കാരും അവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഷാർക്ക് അറ്റാക്ക് വന്നൊരു കുട്ടിയാണല്ലോ. അപ്പോൾ അവൾ അതിൽ നിന്നൊക്കെ എന്താ ചെയ്യുക, ഒളിച്ചോടുകയാണ് ആ ഒരു മൊമെൻറ്റിൽ ചെയ്യുമ്പോൾ. ഇവിടെ നമുക്ക് ആ കുട്ടീനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്, ബട്ട് ഐ അഗ്രീ ടു ഡു ഇൻ്റർവ്യൂസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രചോദനമായാലോ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി പിന്നെ ടി വിക്കാരെയും അതുപോലെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഫേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു ടി വിയിൽ അവതാരകയാൻ വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വാട്ട് മെയ്ഡ് ബദനി റിയലൈസ് ദാറ്റ് ഹെർ ലൈഫ് വുഡ് നെവർ ബി ദ സെയിം അഗെയിൻ. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വാട്ട് മെയ്ഡ് ബദനി റിയലൈസ് ദാറ്റ് ഹെർ ലൈഫ് വുഡ് നെവർ ബി ദ സെയിം അഗെയിൻ. അപ്പോൾ എന്താണ് ബദനിക്ക് മനസ്സിലായത്, എന്താണ് നിങ്ങളുടെ ലൈഫ് ഇനി പഴയ പോലെ ആവില്ല എന്ന്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് കൊടുത്തതാണ്. അവൾക്ക് റിയലൈസ് ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ ബാക്ക് ഡോർ വഴി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ ഒപ്പം പോകുമ്പോഴാണ് മനസ്സിലായത് എൻ്റെ ലൈഫ് ഇനി പഴയ പോലെ ആവില്ല എന്നുള്ളത്. വൈ ഡിഡ് ബദനി ആൻഡ് ഹെർ ഫാമിലി അവോയ്ഡ് ദ മെയിൻ എൻട്രൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്തുകൊണ്ടാണ് മെയിൻ എൻട്രൻസിലൂടെ പോവാതെ അവർ ബാക്കിലൂടെ പോയത്. ഹൂ അക്കംപൈൻഡ് ബദനി ടു ദ ഹൗസ് ഇൻ അനഹോള. ആരൊക്കെയാണ് ഈ ബദനിയുടെ ഒപ്പം ബദനി എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അനഹോളയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ പോലീസ്മാനും ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. വാട്ട് വാസ് ബദനീസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മീഡിയ അറ്റൻഷൻ. മീഡിയയുടെ അറ്റൻഷനോട് ബദനിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു. കാരണം അവളത് ആ സമയത്ത് സ്പോട്ട്ലൈറ്റ് ഒന്നും എൻജോയ് ചെയ്തിട്ടില്ല. കാരണം ഒരാൾക്ക് ഇത്രയും അറ്റാക്ക് വന്നിട്ട് പോകുമ്പോൾ പ്രോബ്ലത്തിലിരിക്കുമ്പോൾ ആരും അത് എൻജോയ് ചെയ്യാൻ നിൽക്കില്ലല്ലോ. Where did Bethany go after leaving the hospital? ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്തിട്ട് എങ്ങോട്ടാണ് താങ്കൾ പോയത്. ഷീ വെൻറ്റ് ടു എ ഹൗസ് ഇൻ അനഹോള. അപ്പോൾ നമുക്കറിയാൻ വേണ്ടിയിട്ട് അവൾ എന്താണ് വീട്ടിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് സെക്യൂരിറ്റി ഗാർഡ്സും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, ബദനി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സർഫിങ് ചെയ്യുന്നുണ്ട്. അവളുടെ ഡാഡിയാണ് അവളെ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിക്ചർ ഡിസ്ക്രിപ്ഷൻ ബേസ്ഡ് ഓൺ ദ ഓട്ടോബയോഗ്രഫി.
ദ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഹെഡിങ് കൊടുത്താൽ മതി കേട്ടോ. ദ പിക്ചർ ഷോസ് ബദനി ഹാമിൽട്ടൺ സർഫിംഗ് അലോങ് സൈഡ് ഹെർ ഫാദർ. അച്ഛൻ്റെ കൂടെ സർഫിംഗ് ചെയ്യുന്ന ഒരാളെയാണ്, ബദനിയെയാണ് അവിടെ കാണുന്നത്. ഹു സപ്പോർട്ടഡ് ഹെർ ആഫ്റ്റർ ഷീ ലോസ്റ്റ് ഹെർ ആം ഇൻ എ ഷാർക്ക് അറ്റാക്ക്. ഷാർക്ക് അറ്റാക്കിന് ശേഷം അച്ഛനുണ്ടായിരുന്നു അവളുടെ കൂടെ. അവൾക്ക് ഇങ്ങനെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അവളുടെ കൂടെ നിന്നിട്ട് അവളുടെ ഒപ്പം സർഫിംഗ് ചെയ്തിരുന്നു. ദിസ് പവർഫുൾ ഇമേജ് റിഫ്ലക്ട് നോട്ട് ഓൺലി ബദനീസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ബട്ട് ആൾസോ ദ സ്ട്രെങ്ത് ഓഫ് ഫാമിലി സപ്പോർട്ട് ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദനിയുടെ ധൈര്യം മാത്രമല്ല അവളുടെ ഫാമിലിയുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ഉണ്ടായിരുന്നു ഈ ഒരു ബുദ്ധിമുട്ട സമയത്തിന് അവൾക്ക് മറികടക്കാനായിട്ട്. Her father's presence on the waves symbolize encouragement, love and guidance, helping ബദനി rebuild her confidence. ബദനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു ആത്മധൈര്യത്തിനെ വീണ്ടെടുക്കാനായിട്ട് അവളുടെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു, അവളെ സ്നേഹിച്ചിരുന്നു, അവളെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിച്ചിരുന്നു, അവളെ നല്ല രീതിയിൽ വഴി കാട്ടിയിരുന്നു, ഗൈഡ് ചെയ്തിരുന്നു എന്നൊക്കെ കാണിക്കാൻ ഈ പിക്ചറിന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. Despite the physical and emotional pain, ബദനി റിട്ടേൺ ടു സർഫിംഗ് വിത്ത് റിസൈലൻസ് ആൻഡ് പാഷൻ. അപ്പോൾ നമുക്ക് ഇമോഷണലായിട്ടും ഫിസിക്കലായിട്ടും പെയിൻ ഉണ്ടാവും. ആ വേദനകൾക്കൊക്കെ ശേഷവും ബദനി എന്ത് ചെയ്യുന്നുണ്ട്, സർഫിങ്ങിലേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, വിത്ത് റിസൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പ്രതിരോധ ശേഷി കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് പാഷൻ, അതിനോടുള്ള ഇഷ്ടവും കൂടി. ദ സീൻ ക്യാപ്ചർ ദ സ്പിരിറ്റ് ഓഫ് ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ. ഈ ഒരു പിക്ചർ നമുക്ക് കാണിച്ചു തരുന്നത് അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സർഫറായിട്ട് മാറുകയാണ് ചെയ്തത്. ഒരു അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു കൈ അവൾക്ക് നഷ്ടപ്പെട്ടു, അതിനുശേഷം അവിടുന്ന് തിരിഞ്ഞു പോവല്ല ചെയ്ത് കൂടുതൽ സ്പിരിറ്റോട് കൂടി വരികയാണ് ചെയ്തത്. ബദനി പ്രൂവ് ദാറ്റ് ട്രൂ സ്ട്രെങ്ത് lies in never giving up and that support from loved ones can make all the difference. അപ്പോൾ ഇവിടെ ബദനി പ്രൂവ് ചെയ്തത് എന്താണ്, നമുക്ക് എപ്പോഴും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണം, ലൈസ് ഇൻ നെവർ ഗിവിങ്. എപ്പോഴും നമ്മുടെ സ്ട്രെങ്ത് നിശ്ചയിക്കുന്നത്, നമ്മുടെ ആ ഒരു എന്താ പറയുക, കരുത്ത് നിശ്ചയിക്കുന്നത് എന്തിനാണ്, നമ്മൾ നെവർ ഗിവ് അപ്പ്, നമ്മൾ എവിടെയും തോറ്റു കൊടുക്കാൻ പോവാത്ത ആ സിറ്റുവേഷനിലാണ്. അത് മാത്രമല്ല, നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും നമ്മുടെ ജീവിതത്തിലെ സക്സസ്സിനെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് പഠിച്ചേക്കുക, പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചേക്കുക, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. നെക്സ്റ്റ് 20 to 24 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അതിലേതെങ്കിലും 3 അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. 20, 21, 22, 23, 24. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂസ് റിപ്പോർട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നീർജ ബാനോത്തിൻ്റെ ആ ഒരു ഫ്ലൈറ്റിൽ വെച്ചുണ്ടായ അപകടം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങളോട് ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ന്യൂസ് റിപ്പോർട്ടിന് എന്ത് വേണം, അതൊരു ഹെഡിങ് വേണം, ഡേറ്റ്, സ്ഥലമെല്ലാം വേണം. ബ്രേവ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് സാക്രിഫൈസ് ലൈഫ് ടു സേവ് പാസഞ്ചേഴ്സിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ധൈര്യവതിയായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് അവളുടെ ജീവിതം തന്നെ ത്യജിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥലം കൊടുത്തു, പിന്നെ മുംബൈ, September 6 ഡേറ്റ് കൊടുത്തു. നീർജ ബാനോത്ത് എ കറേജിയസ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്, ധൈര്യശാലിയായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആണ്. വാസ് ഷോട്ട് ഡെഡ്, എന്ത് ചെയ്തു, വെടിവെച്ചു. വൈൽ ഷീൽഡിങ് 2 children ഫ്രം ഹൈജാക്കേഴ്സ് അബ്രോഡ് Pan AM Flight 73. അപ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ പേര് കൊടുത്തു. അവിടെ 2 കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്ത് ചെയ്തത്, ആ ഒരു വെടിവെപ്പിൽ അവരുടെ മുന്നിൽ കയറി നിന്നത്. ദ ഇൻസിഡൻറ്റ് ഒക്കോർഡ് ഡ്യൂറിങ് എ ടെററിസ്റ്റ് ഹൈജാക്കിംഗ് ഇൻ കറാച്ചിയിൽ വെച്ചിട്ട് ഒരു ഹൈജാക്കിംഗ് ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. നീർജാസ് ക്വിക്ക് തിങ്കിങ് ആൻഡ് ബ്രേവറി ഹെൽപ്ഡ് സേവ് 100 ഓഫ് ലൈഫ്. അവിടുത്തെ 100 കണക്കിന് ആൾക്കാരെയാണ് ആ സമയത്ത് അവളുടെ ക്വിക്കായിട്ടുള്ള പെട്ടെന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നതിനും അതുപോലെ ആ തിങ്കിങ്ങും ആ ചിന്തകൾക്കൊക്കെ കൂടി രക്ഷപ്പെട്ടതും. ഷീ അലേർട്ടഡ് ദ കോക്ക്പിറ്റ് ക്രൂ ഹൈഡ് അമേരിക്കൻ പാസ്പോർട്ട് ആൻഡ് ഗൈഡഡ് പാസഞ്ചേഴ്സ് ടു സേഫ്ലി. അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള പാസഞ്ചേഴ്സിനായിരുന്നു ടെററിസ്റ്റിന് വേണ്ടത്. പക്ഷേ അവൾ അപ്പം തന്നെ അവിടുത്തെ ക്രൂവിനോട് പറഞ്ഞു അവരുടെ പാസ്പോർട്ട് എടുത്ത് ഹൈഡ് ചെയ്യാൻ പറഞ്ഞു. ഹെർ സെൽഫ്ലെസ് ആക്ട് ഹാസ് ബീൻ പ്രൈസ്ഡ് വേൾഡ് വൈഡ് ആൻഡ് ഷീ ഈസ് റിമെമ്പേർഡ് ആസ് എ സിമ്പിൾ ഓഫ് കറേജ് ആൻഡ് സാക്രിഫൈസ്. അവളുടെ സ്വന്തം ജീവിതം നോക്കാതെയുള്ള ഈ ഒരു പ്രകടനം എന്ന് പറയുന്നത് ആൾക്കാരെല്ലാവരും വാഴ്ത്തപ്പെടുത്തി. ശരിയാണ്. ആൻഡ് അവളെ ആൾക്കാർ ഓർക്കുന്നത് എങ്ങനെയാണ്, ധൈര്യത്തിൻ്റെയും അതുപോലെ ത്യാഗത്തിൻ്റെയും ഒരു സിമ്പിളായിട്ടാണ്. ട്രിബ്യൂട്ട് കണ്ടിന്യൂ ടു പോർ ഇൻ ഫോർ ദ യങ് വുമൺ ഹു ഗേവ് ഹെർ ലൈഫ് ടു പ്രൊട്ടക്ട് അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവൻ നൽകുന്ന ഈ ഒരു പെൺകുട്ടിക്കാണ് നമ്മുടെ ട്രിബ്യൂട്ട് കണ്ടിന്യൂ ടു പോർ, നമ്മൾ ഇനിയും നമ്മുടെ ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വേർഡ് ആദരവ്, നമ്മളൊരു ആദരവ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മളവരെ സ്മരിക്കുകയാണ്, സ്മരണാഞ്ജലി കൊടുക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റോറിയിലുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. Next question. The change in climate has affected the lives of people in Kerala in many ways. Prepare an article on the impact of climate change, focusing on its effects in Bangalore and Kerala as discussed in the article Waiting for Rain. Waiting for Rain എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞത് കേരളത്തിലായാലും ബാംഗ്ലൂരിലുള്ള ആൾക്കാരിലായാലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഈ ഒരു
ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാവുന്നത്. അതൊന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ആർട്ടിക്കിളായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ആർട്ടിക്കിളിന് ഒരു ഹെഡിങ് കൊടുക്കണം. ആർട്ടിക്കിൾ എഴുതുമ്പോൾ എപ്പോഴും നിങ്ങളൊരു ഹെഡിങ് കൊടുക്കണം കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് എ ഗ്രോയിങ് ത്രെഡ് ടു ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യമായിട്ടുള്ള ജീവിതത്തിലെ ഒരു വലിയ ഭീഷണിയായിട്ടാണ് ക്ലൈമറ്റിൻ്റെ ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് ബിഗൺ ടു അഫക്ട് ദ ലിവ്സ് ഓഫ് പീപ്പിൾ ഇൻ കേരള ആൻഡ് ബാംഗ്ലൂർ ഇൻ നോട്ടീസിബിൾ വേസ്. നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന വഴിയിൽ തന്നെയാണ് കേരളയിലും ബാംഗ്ലൂരിലും ഒക്കെ ഉള്ള ആൾക്കാരിലേക്ക് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നത്. ഇൻ കേരള അൺപ്രഡിക്റ്റബിൾ റെയിൻഫോൾ പാറ്റേൺ ഹാവ് ഡിസ്റപ്റ്റഡ് അഗ്രികൾച്ചർ ലീഡിങ് ടു ക്രോപ്പ് ഫെയിലേഴ്സ്. അപ്പോൾ എന്ത് വരുന്നുണ്ട്, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. നമുക്കൊരിക്കലും ഇന്ന സമയത്ത് മഴ പെയ്യുന്നുള്ളത് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അഗ്രികൾച്ചർ, നമ്മുടെ ആ ഒരു എന്താ പറയുക, കൃഷിക്കൊക്കെ എന്ത് ചെയ്തിട്ട് ഡിസ്റപ്റ്റ്, അതും തടസ്സങ്ങളാവുന്നുണ്ട്, നാശനഷ്ടങ്ങൾ വരുന്നുണ്ട്. അതുപോലെ പല പല ക്രോപ്പുകളും ഫെയിലിയർ ആവാൻ വെച്ചാൽ പല പല വിളകളും നാശമാവുന്നുണ്ട്, നശിക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവുന്നുണ്ട്. ഫ്ലഡ് ആൻഡ് ലാൻഡ് സ്ലൈഡ് ഹാവ് ബിക്കം മോർ ഫ്രീക്വൻറ്റ്. ഇന്ന് നമുക്കറിയാം വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഭൂമിക്കുലുക്കമൊക്കെ അതുപോലെ ഉരുൾപൊട്ടലൊക്കെ എന്താണ് ഇപ്പോൾ പെട്ടെന്നാണ് വരുന്നത്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. വല്ലപ്പോഴും കുറേ കൊല്ലങ്ങൾക്ക് ശേഷമല്ല, ഇപ്പോൾ ഓരോ കൊല്ലങ്ങളെന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഡാമേജിങ് ഹോംസ് ആൻഡ് ലിവ്ലിഹുഡ്, നമ്മുടെ വീടുകളിൽ നമുക്ക് താമസിക്കുന്ന ഇടങ്ങളെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. ഇൻ ബാംഗ്ലൂർ, ഇനി ബാംഗ്ലൂർ ആണെങ്കിൽ ദ വൺസ് പ്ലസൻറ്റ് ക്ലൈമറ്റ് ഹാസ് ടേൺഡ് ഹോട്ടർ ആൻഡ് ഡ്രയർ. ഒരു സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നത് ഇപ്പോൾ ഭയങ്കര ചൂടും ഭയങ്കര വരൾച്ചയുള്ള ക്ലൈമറ്റായി മാറിയിരിക്കുന്നു. വാട്ടർ സ്കേഴ്സിറ്റി ആൻഡ് റൈസിങ് ടെമ്പറേച്ചർ ഹാവ് മെയ്ഡ് ലൈഫ് ഡിഫിക്കൽട്ട് ഫോർ റെസിഡൻസ്. അവിടെ വെള്ളത്തിൻ്റെ എന്താണ് സ്കേഴ്സിറ്റി, നല്ല വെള്ളത്തിൻ്റെ കുറവുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ അവിടെ ഹൈ ആണ്. അത് പല ജീവനുകളെയും എന്താണ് ബുദ്ധിമുട്ടിലാഴ്ത്തുകയാണ്. ദ ആർട്ടിക്കിൾ വെയിറ്റിംഗ് ഫോർ റെയിൻ ഹൈലൈറ്റ് ഹൗ പീപ്പിൾ ആർ അഡ്ജസ്റ്റിംഗ് ടു ദീസ് ചേഞ്ചസ്. എങ്ങനെയാണ് ആൾക്കാർ ഈ ക്ലൈമറ്റിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് എന്നാണ് ദ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഹോപ്പിംഗ് ഫോർ റിലീഫ് ആൻഡ് സ്റ്റെബിലിറ്റി. നമുക്ക് ഇതിൽ നിന്ന് നമുക്കൊരു റിലീഫ് ഉണ്ടാവും, അതുപോലെ സ്റ്റെബിലിറ്റി, നല്ല രീതിയിലൊരു ക്ലൈമറ്റ്. ഇപ്പോൾ പണ്ടൊക്കെ പറഞ്ഞ പോലെ ഇടവപ്പാതി മഴ എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഇടവത്തിൽ മഴ പെയ്യും, അപ്പോൾ അന്നത് ഉറപ്പുള്ള കാര്യം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് പല പല മാസങ്ങളും കഴിയുന്നു. അപ്പോൾ അന്നത്തെ പോലെ തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം, സ്റ്റെബിലിറ്റി ആയിട്ട് ഒരേപോലെ. ഇറ്റ്സ് എ റിമൈൻഡർ ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോ ലോങ്ങർ എ ഡിസ്റ്റൻറ്റ് ത്രെറ്റ്, ഇറ്റ്സ് എ ഡെയിലി റിയാലിറ്റി. ശരിക്കും നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റിയാണ്. ആക്ച്വലി അതൊരു ഭീഷണി മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അതിനനുസരിച്ച് ഇനി മാറണം എന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊഫൈൽ ക്രിയേഷൻ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ തരും, നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അല്ല നോർമലായിട്ട് എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് ഈ ആളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ തന്നെയല്ല വരിക, വേറെ പലരുടെയും വരാം. സോ അതിൻ്റെ ഒരു മോഡലും ഒരു എക്സാമ്പിളും മിസ് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഫൈലിൽ ആരുടെയാണോ പേര് അല്ലെങ്കിൽ ആരെക്കുറിച്ചിട്ടാണോ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ പേര് എഴുതുക. അത് കഴിഞ്ഞ് ജനനം, ആൾ ജനിച്ച ആ സമയം, ബോൺ ചെയ്ത ഡേറ്റിൻ്റെ അവിടെ നമ്മൾ ഓൺ ഇൻ, അതുപോലെ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ വാസ് ബോൺ ഓൺ അല്ലെങ്കിൽ ഓൺ എപ്പോൾ യൂസ് ചെയ്യും, കറക്റ്റ് ഡേറ്റ്, മന്ത്, ഇയർ, ഇത് മൂന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ യൂസ് ചെയ്യണം. അതല്ല ഇയർ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഇൻ യൂസ് ചെയ്യണം. ഓക്കെ, ഓൺ 12 ജൂൺ 1992, ഇൻ 1992. ഇനി സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റും ഇന്നുമാണ് യൂസ് ചെയ്യുക. അതെവിടെയൊക്കെ യൂസ് ചെയ്യുക, കേരളത്തിൽ തൃശ്ശൂർ, അങ്ങനെ രണ്ട് സ്ഥലങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ചെറിയ സ്ഥലത്തിന് മുൻപ്, കേരളത്തിലാണല്ലോ തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലം, അപ്പോൾ ചെറുത് തൃശ്ശൂരാണ്, തൃശ്ശൂരിൻ്റെ മുൻപായിട്ട് അറ്റ് ചേർത്തു. വലിയ സ്ഥലം കേരളമാണ്, അതിന് മുൻപായിട്ട് ഇൻ ചേർത്തു. ഇനി ജസ്റ്റ് തമിഴ്നാട്, കേരള, കർണാടക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഇൻ കേരള അല്ലെങ്കിൽ ഇൻ കർണാടക എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി അവിടെ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്ന് നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്, ഹേ കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം, എവിടെയാണോ അവിടെയും നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെ പറയാം, അറ്റ് തൃശ്ശൂർ ഇൻ കേരള. അതല്ല ഇൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ അഹമ്മദാബാദ് അല്ലെങ്കിൽ ഇൻ കർണാടക, ഇൻ UP അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാത്രം കൊടുക്കുക, അവിടെ അറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ എഴുതണം. അതുകൊണ്ടാണ് ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി വർക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹിസ് ഫേമസ് വർക്ക്സ് ആർ, എന്തൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ. വർക്ക് എന്ന് പറഞ്ഞാൽ അവർ എഴുതിയിരിക്കുന്ന കവിതകളോ കഥകളായിരിക്കാം. അപ്പോൾ നമ്മൾ ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, കുറേ വർക്ക്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെ എസ് ചേർത്ത് എഴുതാം. ഇനി അവാർഡ്സ്, കിട്ടിയിരിക്കുന്ന അവാർഡ് എഴുതുമ്പോൾ അതും പാസ്റ്റ് ടെൻസിൽ എഴുതണം. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് അല്ലെങ്കിൽ ഷീ റിസീവ്ഡ് മെനി അവാർഡ്സ് ലൈക്ക്, അല്ലെങ്കിൽ ലൈക്ക് എന്ന് എഴുതിയില്ലെങ്കിൽ അവാർഡ്സ് ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞിട്ട് അവാർഡുകൾ എഴുതാം. ഇനി ഡെത്ത്, ഇനി നമ്മൾ മരണകാര്യങ്ങൾ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ്, മന്ത്, ഇയർ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൺ കൊടുക്കുക. പാസ്റ്റ് ടെൻസ് ഹി ഡൈഡ് ഓൺ എന്നുള്ളത് കൊടുക്കുക. ഇനി ഇയർ മാത്രമുള്ളെങ്കിൽ ഹി ഡൈഡ് ഇൻ 2022 അല്ലെങ്കിൽ ഷീ ഡൈഡ് ഇൻ 2022 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
കമല സുരയ്യ. കമല സുരയ്യ വാസ് ആൻ ഇന്ത്യൻ പോയറ്റ്. കണ്ട, വാസ് ആൻ വന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ, AEIOയിൽ വവൽസ് വരുന്നതുകൊണ്ട് അവിടെ ആൻ വന്നു. ഇനി ഷീ വാസ് ബോൺ ഓൺ, ഡേറ്റും മന്തും ഇയറും വരുന്ന കാരണം ഓൺ വന്നു. ഓൺ 31 March 1934 അറ്റ് പുന്നയൂർക്കുളം, തൃശ്ശൂർ ഇൻ കേരള. ചെറിയ സ്ഥലത്തിന് മുൻപ് നമ്മൾ അറ്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അറ്റ് പുന്നയൂർക്കുളം, തൃശ്ശൂർ ഇൻ കേരള. വലിയ സ്ഥലം കേരള ആണ്, അതിന് മുൻപ് ഇൻ വന്നു. ഷീ വാസ് എ പോയറ്റ്, നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഹെർ ഫേമസ് വർക്ക്സ് ആർ മൈ സ്റ്റോറി, പത്മാവതി, ദ ഹാർലറ്റ്, സമ്മർ ഇൻ കൊൽക്കട്ട ആൻഡ് ദ ഡിസൻസ് എക്സെട്ര. ഷീ ഡൈഡ് ഓൺ, കണ്ടോ അവിടെ മന്തും അതുപോലെ ഡേറ്റും ഇയറും വന്നുകൊണ്ട് ഓൺ യൂസ് ചെയ്തു. ഷീ ഡൈഡ് ഓൺ 31 May 2009. അവിടെ ഇപ്പോൾ നമുക്ക് 2009 മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ഷീ ഡൈഡ് ഇൻ 2009 എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇതാണ് നോർമൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഫോർമാറ്റിനാണ് മാർക്കുള്ളത് കേട്ടോ. നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ട് അത് അനലൈസ് ചെയ്തിട്ട് അതൊന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. അത് നമുക്കിപ്പോൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, റിപ്പോർട്ട് ദ ഫോളോയിങ് കോൺവെർസേഷൻ. തന്നിരിക്കുന്ന കോൺവെർസേഷൻ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫാദർ പറയുന്നുണ്ട്, പ്ലീസ് ബദനി ട്രൈ ഇറ്റ് വൺ മോർ ടൈം. ഒരു വട്ടം കൂടി നീ ട്രൈ ചെയ്യൂ ബദനി എന്ന് അച്ഛൻ പറയുന്നു. ബദനി പറയാണ്, യെസ് ഡാഡ്, ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് അനദർ ട്രൈ. അതേ അച്ഛൻ, ഞാൻ എന്താ ഒരു വട്ടം കൂടി ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അത് നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്ത് എഴുതണം. കാരണം അച്ഛൻ ബദനിയോട് ഇങ്ങനെ പറഞ്ഞു, ബദനി ഇങ്ങനെ റിപ്ലൈ ചെയ്തു, അങ്ങനെയൊക്കെ എഴുതണം. അപ്പോൾ ഫാദർ റിക്വസ്റ്റഡ് ബദനി ടു ട്രൈ ഇറ്റ് വൺ മോർ ടൈം. അച്ഛൻ മകളോട് പറഞ്ഞു ഒരു വട്ടം കൂടി ട്രൈ ചെയ്യൂ എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അത് ചെയ്യൂ എന്ന് നമ്മൾ പറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ബദനി എന്താ ചെയ്യുന്നത്? തിരിച്ച് അച്ഛന് റിപ്ലൈ കൊടുക്കുക, മറുപടി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ബദനി റിപ്ലൈഡ് ദാറ്റ്, ആ ദാറ്റ് അവിടെ വേണം കേട്ടോ. ബദനി റിപ്ലൈഡ് ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു ഗിവ് ഇറ്റ് അനദർ ട്രൈ. ഷീ വാസ് ഗോയിങ് ടു ഗിവ് ഇറ്റ് അനദർ, ഞാൻ ഒരു വട്ടം കൂടി ട്രൈ ചെയ്യാൻ പോവാണ്. അവിടെ നമ്മൾ വാസ് യൂസ് ചെയ്യണം. കാരണം കഴിഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ തേർഡ് പേഴ്സണോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷീ വാസ് ഗോയിങ് ടു ഗിവ് ഇറ്റ് അനദർ ട്രൈ. ഇനി പാസേജ് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാസേജ് എഡിറ്റിങ്ങിലൊക്കെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരെ തെറ്റിയിട്ട് വരാം. നിങ്ങളത് ശ്രദ്ധിക്കാണ്ട് അത് അറ്റൻഡ് ചെയ്യാതെ പോകരുത്. കാരണം അതൊക്കെ 1 മാർക്ക് 2 മാർക്ക് കിട്ടുന്നതായിരിക്കാം. ടു ഹിയർ മൈ അങ്കിൾ സ്പോക്ക്, അവിടെ സ്പോക്ക് അല്ല സ്പീക്കാണ് വരിക. ടു ഹിയർ മൈ അങ്കിൾ സ്പീക്ക് ഓഫ് ദ റെയിൻ ഈസ് ടു റിയലൈസ് ഹൗ റിയലിൻ്റെ സ്പെല്ലിംഗ് തെറ്റല്ലേ? REEL അല്ല, REAL ആണ്. ആൻഡ് ഹ്യൂമാൻ, ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് ടു ഹിം ലൈക്ക് the much awaited visit by a rich relative who turns into joyless anticlimax. അവിടെ who അല്ല, which turns into joyless anticlimax. അവിടെ നമ്മളൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരാളെ പറ്റിയിട്ട് പറയുകയാണെങ്കിലാണ് who യൂസ് ചെയ്യുക. ഇവിടെ നമ്മളൊരു സിറ്റുവേഷനെ പറ്റി പറയുമ്പോൾ which എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. The monsoon has proved to be a disappointment. ബീൻ അല്ല, ബി. കാരണം ഉണ്ടാവും അല്ല, ഉണ്ടായി. കാരണം ഒരു ഡിസപ്പോയിൻമെൻ്റ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും കേട്ടോ. ഇനി അടുത്തൊരു പാസേജും, കംപ്ലീറ്റ് ദ പാസേജ് ഗിവൻ ബിലോ യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ദ ഫ്രേസസ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്. ഈ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ യൂസ് ചെയ്ത ഫ്രെയിംസ് വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് നോക്കുക. ഈ ഫ്രേസസിൻ്റെ മീനിങ് മിസ് ഓരോന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ്, പുട്ട് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായി പറയുക അല്ലെങ്കിൽ വ്യക്തമായി വിശദീകരിക്കുക എന്നുള്ള മീനിങ്. കാരണം ഇപ്പം നമ്മൾ പറയണം അവന് പറയാനുള്ള കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു കേട്ടോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അർജ് ഓൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ഉത്സാഹിപ്പിക്കുക. നമ്മളൊരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ നമ്മൾ മുന്നിലേക്ക് തള്ളിവിടും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ പറയില്ലേ, നീ പോയി ചെയ്യേ എന്നുള്ളത്. അപ്പോൾ വിജയിക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക. അടുത്തത് ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കുക, കൈവിടുക, വേണ്ടെന്ന് വെക്കുക, അങ്ങനെ. ഇനി പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സഹിക്കുക, പൊറുക്കുക, ഭരിക്കുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥം. മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തീരുമാനം എടുക്കുക. മേക്കപ്പ് വൺസ് മൈൻഡ്, മനസ്സുറപ്പിക്കുക അല്ലെങ്കിൽ തീരുമാനമെടുക്കുക. വേഗത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കൂ എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, ഇതാണ് മീനിങ്സ്. ഈ മീനിങ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അത് വെച്ചിട്ട് ഞാൻ ഓൾറെഡി അവിടെ ആൻസേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാലും നിങ്ങളൊന്ന് നോക്കുക. അത് ഓരോ ലൈൻ്റെ അവിടെ എന്തായിരിക്കും വരിക എന്ന് ആദ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ആൻസേഴ്സ് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് ദ വേർഡ്സ് ഗിവൻ ഇൻ ബ്രാക്കറ്റ്. ഇതും എന്താണ്? ഈ ഒരു വാക്കുകൾ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡാഷ് ദ ലോബി നെക്സ്റ്റ് ടു ദ ലിഫ്റ്റ് വി നോട്ടീസ്ഡ് എ ദബ്ബ ഡാഷ് എ ട്രസ്റ്റൽ ടേബിൾ. അപ്പോൾ ഡാഷ് ദ ലോബിക്ക് അകത്തല്ലേ, അപ്പോൾ ഇൻ ദ ലോബി. നെക്സ്റ്റ് ടു ദ ലിഫ്റ്റ് വി നോട്ടീസ്ഡ് എ ദബ്ബ എന്താ? ദബ്ബ ഓൺ എ ട്രസ്റ്റൽ ടേബിൾ, ഒരു ടേബിൾ വെച്ചിട്ടാണ് ദബ്ബേനെ കണ്ടത്. On a trusted table. The guard told us that it belonged to dash someone in the Textile Export Promotion Council dash an upper floor. അപ്പോൾ ഗാർഡ് നമ്മളോട് പറഞ്ഞ എന്താ? It belongs to someone in the Textile Export Promotion Council dash on an upper floor. അതാണ് ആൻസർ വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം.
ക്വസ്റ്റ്യൻ നമ്പർ 33 അതും എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ്. ദ റൈറ്റേഴ്സ് മദർ വണ്ടേർഡ് ഡാഷ് ദ റെയിൻ ഹാഡ് ഗോൺ ടു ബാംഗ്ലൂർ. അപ്പോൾ അമ്മ അവിടെ എന്ത് ചെയ്യുന്നു, റൈറ്ററിൻ്റെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഡൗട്ട്ഫുള്ളി ചോദിക്കുന്നുണ്ട് ബാംഗ്ലൂർക്ക് മഴ പോയോ എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ഡൗട്ടായ കാര്യങ്ങൾ പോയോ ചെയ്തോ എങ്ങനെയുള്ളൊരു ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് ഫസ്റ്റ് ഞാനവിടെ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വെദർ. അപ്പോൾ ഈ വെദർ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ചോയ്സസ് ഒക്കെ വരുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, മറ്റേ വെദർ എന്താണ്, അത് അവിടുത്തെ കാലാവസ്ഥയാണ് പറയുന്നത്. നെക്സ്റ്റ് ഹാഡ് ഗോൺ ടു ബാംഗ്ലൂർ ബിക്കോസ് ദ മൺസൂൺ ക്ലൗഡ് ഡിഡ് നോട്ട് ഡാഷ് ദ സ്കൈ ഈവൻ ഡ്യൂറിങ് ദ മന്ത് ഓഫ് കർക്കിടകം ഇൻ കേരള. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആദ്യത്തെ റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആധിപത്യം ചെലുത്തുക അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ നിൽക്കുക, ആ ഒരു ഭരണത്തിൽ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവിടെ ക്ലൗഡ്സ് എന്ന് പറയുന്നത് ക്ലൗഡ്സ് റെയിൻ ദ സ്കൈ എന്ന് പറഞ്ഞാൽ ക്ലൗഡ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൈൻ്റെ അവിടെ ആധിപത്യം സ്ഥാപിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിൽക്കുന്നില്ല ബിക്കോസ് ദ മൺസൂൺ ക്ലൗഡ് ഡിഡ് നോട്ട് റെയിൻ ദ സ്കൈ ഈവൻ ഡ്യൂറിങ് ദ മന്ത് ഓഫ് കർക്കിടകം ഇൻ കേരള. കർക്കിടക സമയത്ത് എന്താണ് അവിടെ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാംഗ്ലൂർക്ക് എങ്ങാനും ഈ ക്ലൗഡ്സ് പോയി അവിടെ മഴ പെയ്തോ എന്നുള്ള ഡൗട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ REIN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു നമ്മൾ പറയും കുതിരയുടെ അവിടെയുള്ള കയറ് കെട്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയാം, റോപ്പിൻ്റെയൊക്കെ പറയുന്നതാണ്. പക്ഷേ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുക അല്ലെങ്കിൽ ആധിപത്യം ചൊലുത്തുക അങ്ങനെയൊക്കെയുള്ള മീനിങ് വരുന്നു. അപ്പോൾ ക്ലൗഡ്സ് സ്കൈയിൽ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോൾ REIGN എന്നുള്ള ആ ഒരു വേർഡാണ് വരിക കേട്ടോ, റെയിൻ എന്നുള്ള വാക്കാണ് വരിക. ഇനി അടുത്തത് കോൺവെർസേഷനാണ്. എപ്പോഴും കോൺവെർസേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഒറ്റ ഇതിൽ ഒരു ലൈൻ എഴുതരുത്, അതിലത്തെ കംപ്ലീറ്റ് ലൈൻസ് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം, എന്താണ് അവിടെ വരിക എന്നൊക്കെ. അങ്ങനെ വേണം നിങ്ങൾ എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒന്നും തന്നിട്ടില്ല. രണ്ടാമത്തെ നോ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് ഹിയർ അറ്റ് മുണ്ടകുട്ട് കുറിശി. അപ്പോൾ ഇവിടെ പറയുന്നത് മുണ്ടകുട്ട് കുറിശിയിൽ ഇവിടെ മഴ പെയ്യുന്നില്ല. അപ്പോൾ എന്തായിരിക്കും ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക, അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്നാവില്ലേ. അപ്പോൾ ഈസ് ഇറ്റ് റെയിനിങ് ദർ അറ്റ് മുണ്ടകുട്ട് കുറിശി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റർ വീണ്ടും ചോദിക്കണം വൈ സോ കർക്കിടകം ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഡാഷ്. അപ്പോൾ അതെന്താ അങ്ങനെ, കർക്കിടകം ഇപ്പോഴും തുടങ്ങിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗാണ് യൂസ് ചെയ്യുക. ഒരു കോമ ഡാഷ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുക. ആ ടാഗ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കുക, വാസ് ആണോ ഹാസ് ആണോ ഡു ആണോ നോക്കുക. ഇവിടെ നോക്കിയേ ഹാസ് ആണല്ലോ. അപ്പോൾ ആ ഹാസിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, NT നോട്ടാണ് മീൻ ചെയ്യണത്. ഇവിടെ ഹാസിൻറ്റ് ഇറ്റ് എന്ന് വന്നു, കർക്കിടകമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരാളെ പറ്റിയിട്ടല്ല ചോദിക്കുന്നത്, ഷീ ഹീ ഒന്നല്ല, അപ്പോൾ ഇറ്റ് വന്നു. യെസ് ബട്ട് വി ജസ്റ്റ് ഹാവ് എ മൈനർ സ്പെൽ ഓഫ് റെയിൻ ദീസ് ഡേയ്സ്. പക്ഷേ ചെറിയൊരു മഴയുടെ ഒരു സ്മെല്ല് പോലെ തോന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് പോയുള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് ഫിൽ ചെയ്യണേക്ക് മുമ്പ് നിങ്ങൾ താഴത്തെ ലൈൻ വായിക്കുക. ദ സിറ്റുവേഷൻ ഹിയർ ഇൻ ബാംഗ്ലൂർ ഈസ് നോ ഡിഫറെൻറ്റ്. ഇവിടുത്തെ അവസ്ഥ ഒരു മാറ്റമില്ല. അപ്പോൾ എന്തായിരിക്കും അവിടെ അമ്മ ചോദിച്ചിട്ടുണ്ടായിരിക്കുക, വാട്ട് അബൌട്ട് ദർ, അവിടെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി മദർ പറയണം ഇഫ് ഇറ്റ് റെയിൻസ് ദ വാട്ടർ ലെവൽ, അതവിടെ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്തത് വായിക്കാം. ഡെഫിനറ്റ്ലി ദ വാട്ടർ ലെവൽ വിൽ റൈസ് അപ്പ് ആൻഡ് ഫിൽ ദ ഡ്രൈ വെൽസ് ആൻഡ് കനാൽസ്. എന്തായാലും ഉറപ്പാണ് അവിടുത്തെ കിണറും അതുപോലെ കനാലൊക്കെ എന്തായാലും നനഞ്ഞൊഴുകും അല്ലെങ്കിൽ നിറഞ്ഞൊഴുകും എന്ന് പറയാം. അപ്പോൾ അമ്മ എന്താ ചോദിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരിക്കുക, ഇഫ് ഇറ്റ് റെയിൻസ് ദ വാട്ടർ ലെവൽ വിൽ റൈസ് ആൻഡ് ഫിൽ ദ ഡ്രൈ വെൽസ് ആൻഡ് കനാലും വെള്ളമൊക്കെ എന്തായാലും കിണറൊക്കെ എന്തായാലും നിറഞ്ഞൊഴുകുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുട്ടി പറയുന്നത് എന്താ, റൈറ്റർ എന്താ പറയണത്, ശരിക്കും അത് എന്തായാലും നിറഞ്ഞൊഴുകും എന്ന് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് നൗൺ ഫ്രേസ് സബ്ജക്റ്റ് പൊസിഷനിലും വെർബ് ഫ്രേസും നമ്മളതൊന്ന് ചൂസ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിക്ക് ഔട്ട് ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആൻഡ് ദ വെർബ് ഫ്രേസ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ദ 2016 ബോളിവുഡ് ഫിലിം നിർജ വാസ് എ ഹ്യൂജ് ഹിറ്റ് വിന്നിംഗ് ഇൻ്റർനാഷണൽ അവാർഡ് ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ ഹിന്ദി. അപ്പോൾ അതിലേതൊക്കെയായിരിക്കും വരിക, നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 2016 ബോളിവുഡ് ഫിലിം നിർജ, അതാണ് അവിടുത്തെ സബ്ജക്റ്റ്. വെർബ് ഫ്രേസ് അവിടെ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, വാസ് എ ഹ്യൂജ് ഹിറ്റ് വിന്നിംഗ് നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം, ഏറ്റവും വലിയ ഫീച്ചർ ഫിലിമായിട്ട് അതിന് അവാർഡ് കൊടുത്തു, അതിന് വിൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വിൻ ചെയ്യുന്നതാണ് അവിടെ നടക്കുന്ന പ്രവൃത്തി, അതാണ് വെർബ് ഫ്രേസ്. ആരെ പറ്റിയിട്ട് പറയുന്നു, അതാണ് അവിടുത്തെ നൗൺ ഫ്രേസ്. നിർജനെ പറ്റിയിട്ട് പറഞ്ഞു. അടുത്ത സെൻറ്റൻസിൽ അവിടെ നോക്കിയേ, ദ പ്രൊഡിഗൽ സൺ ഹാസ് ഫൗണ്ട് ഹിസ് വേ ഹോം, വീട്ടിലേക്ക് എത്തി. അപ്പോൾ ആരാണ്, സൺ.
അത് നൗൺ ഫ്രേസ്. എന്താണ് ചെയ്തത്? ഹാസ് ഫൗണ്ട് ഹിസ് വേ ഹോം, വീട്ടിലേക്കുള്ള വഴിയിലെത്തി, അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്, അല്ലെങ്കിൽ കണ്ടുപിടിച്ചു, ഫൗണ്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ വെർബ് ഫ്രേസും, ആരെയാണോ ചെയ്യുന്നത് അത് നമ്മൾ നൗൺ ഫ്രേസ് ആയിട്ട് എഴുതുന്നു. നോക്കിയേ, എന്താണ് നൗൺ ഫ്രേസ്, എന്താണ് വെർബ് ഫ്രേസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മിസ് കൊടുത്തിരിക്കുന്നതാണ് ഹു ഓർ വാട്ട് ഈസ് ദ സെൻറ്റൻസ് അബൌട്ട്, ആരെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ്, അതാണ് നൗൺ ഫ്രേസ്. വെർബ് ഫ്രേസ്, വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ഈസ് ബീങ് സെഡ് അബൌട്ട് ദ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ പറ്റിയിട്ട് എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത്, ഒരു പ്രവൃത്തി, അതാണ് വെർബ് ഫ്രേസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. കുറച്ച് ഫാസ്റ്റായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് മുൻപായിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇതിങ്ങനെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാ സബ്ജക്റ്റും മിസ് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണം അതും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. താങ്ക്